ചോദ്യം വായിക്കുക. 1, 3, 6, 10, 15 എക്സെട്ര. ഈ സീരീസിലെ 50ാമത്തെ പദം എത്ര? ഇത് സമാന്തര ശ്രേണിയല്ല, എന്നുവെച്ചാൽ AP അല്ല, സമഗുണിത ശ്രേണിയല്ല, GPയുമല്ല. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രത്യേക ഒരു നേച്ചർ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ 1ാമത്തെ പദമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 1ാമത്തെ പദം എന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരെണ്ണൽ സംഖ്യ എടുത്തുന്ന. 2ാമത്തെ പദമായ 3 എന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 1 + 2, അപ്പോഴാണ് എത്ര 3 കിട്ടിയിരിക്കുന്നത്. 3ാമത്തെ പദമായ 6 വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 1 + 2 + 3, അത് കൂട്ടിയപ്പോഴാണ് എത്ര കിട്ടിയിരിക്കുന്നത്? 6 കിട്ടിയിരിക്കുന്നത്. 4ാമത്തെ പദമായ 10 കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? 1 + 2 + 3 + 4, അങ്ങനെയാണ് 10 കിട്ടിയിരിക്കുന്നത്. 5ാമത്തെ പദമായ 15 വന്നിരിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. 1 + 2 + 3 + 4 + 5, ഇത് കൂട്ടിയപ്പോഴാണ് എത്ര കിട്ടിയത്? 15 കിട്ടിയത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 1ാമത്തെ പദമായപ്പോൾ ഒരു എണ്ണൽ സംഖ്യ എടുത്തു, 2ാമത്തെ പദമായപ്പോൾ 2 എണ്ണൽ സംഖ്യ എടുത്തു, 3ാമത്തെ പദമായപ്പോൾ 3 എണ്ണൽ സംഖ്യ തമ്മിൽ പ്രസ് ചെയ്തുകൊണ്ടോ, 4ാമത്തെ ആയപ്പോൾ 4 എണ്ണം എടുത്തു, 5ാമത്തെ ആയപ്പോൾ 5 എണ്ണം എടുത്തു. അപ്പോൾ 50ാമത്തെ ആകുമ്പോൾ എന്ത് ചെയ്യണം? 1 + 2 + 3 + എവിടം വരെ എടുക്കണം? 50 വരെ എടുക്കണം. ഉണ്ടോ? അപ്പോൾ 1ാമത്തെ ആയപ്പോൾ 1 ആദ്യത്തെ ഒരെണ്ണം എടുത്തു, 2ാമത്തെ ആയപ്പോൾ 1 + 2, 3ാമത്തെ ആയപ്പോൾ 1 + 2 + 3, 4ാമത്തെ ആയപ്പോൾ 1 + 2 + 3 + 4. അങ്ങനെ പറയുമ്പോൾ 50ാമത്തെ ആകുമ്പോൾ 1 + 2 + 3 + 50. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടോ? 1 + 2 + 3 + എക്സെട്ര, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? n × n + 1/2. ഇവിടെ n എന്നുള്ളത് 50 ആയതിനാൽ നമുക്ക് പറയാം n × ദാറ്റ് ഈസ് 50 × n + 1 എന്ന് വെച്ചാൽ 50 + 1, 51/2. 2ഉം 50ഉം കൂടെ വെട്ടുമ്പോൾ എത്ര കിട്ടാം? 25. 25 × 51 കണ്ടുപിടിക്കുക. 25നെ 51 വെച്ച് നിങ്ങൾ ഗുണിച്ച് നോക്കിക്കൊള്ളുക. 1275 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ B ആണ് നമ്മളുടെ ആൻസർ.